ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. 3 ചേരുവകൾ വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സ് ആണ്. അപ്പോൾ സ്നാക്സ് ഉണ്ടാക്കുന്നത് എങ്ങനെ നോക്കുന്ന മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ റെസിപ്പി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് 6 കഷ്ണം ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ കട്ട് ചെയ്ത് മാറ്റി ഇതുപോലെ പകുതിയായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 2 മുട്ട ഉപ്പും കുരുമുളകും ഇട്ടൊന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഈ ബ്രെഡിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ സൈഡ് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. മുട്ട ബ്രെഡിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മുട്ടൻ്റെ മുകളിലൊന്ന് ബ്രെഡ് വെച്ചെടുത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കട്ട് ചെയ്ത ബ്രെഡിൻ്റെ വലുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും ഇതിനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ബാക്കിയുള്ളതെല്ലാം കൂടി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. മുട്ട മുഴുവനായിട്ടും കട്ട് ചെയ്ത് ബ്രെഡിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ വെച്ചെടുക്കുന്നത് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് ചീസാണ്. ഞാനിവിടെ മിൽമയുടെ ചീസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളെ കയ്യിലുള്ള ഏത് ചീസ് വേണമെങ്കിലും എടുക്കാം. അത് ബ്രെഡും മുട്ടയൊക്കെ കട്ട് ചെയ്ത് അതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുത്തതാണ്. അത് ഇതിന് മുകളിൽ വെച്ച് കൊടുക്കാം. ചീസ് മുഴുവനായിട്ടും വെച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ബ്രെഡിൻ്റെ കഷ്ണങ്ങൾ വെച്ച് കൊടുക്കാം. എല്ലാത്തിൻ്റെയും മുകളിലും ബ്രെഡും വെച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കട്ട്ലേറ്റൊക്കെ ചെയ്യുന്ന പോലെ മുട്ടയിലൊന്ന് മുക്കി ബ്രെഡ് പൊടിയിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് മുട്ട നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയ ബ്രെഡിൻ്റെ സൈഡ് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. അപ്പം നമുക്ക് എല്ലാതും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. എല്ലാ ബ്രെഡും മുട്ടയിൽ മുക്കി ബ്രെഡ് പൊടി കൊണ്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് പാനിൽ 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഓരോ ബ്രെഡ് ഇതിലേക്ക് ഇട്ടുകൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോവും. അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് ബട്ടറോ ഓയിലോ ഒക്കെ എടുക്കാം. ഞാനിവിടെ നെയ്യാണ് എടുത്തിട്ടുള്ളത്. അധികം നെയ്യിൻ്റെ ഒന്നും ആവശ്യമില്ല. കുറേശ്ശെ ഒഴിച്ച് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരു ഭാഗമായി കഴിഞ്ഞാൽ മറ്റേ ഭാഗം കൂടെ മറിച്ചിട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം 1 സ്പൂൺ നെയ്യും കൂടെ ആക്കി കൊടുക്കാം. 2 ഭാഗവും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത്രയുള്ള കുറഞ്ഞ ചേർവ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്തെടുത്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ടേക്ക് കെയർ.